പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുക: ഒരുവൻ നികൃഷ്ടമായ അവസ്ഥയിൽ നിന്ന് തന്നെ ശുദ്ധീകരിക്കുന്നെങ്കിൽ അവൻ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗൃഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിനും ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമാകും. ഏതൊരു പാപിക്ക് മുമ്പിലും ഒരു വാതിൽ കർത്താവ് തുറന്നിടും. സ്വയം ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ വാതിൽ എപ്പോഴും മലർക്കെ തുറന്നിടുന്നത്. എത്ര നികൃഷ്ടമായ അവസ്ഥയിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിലും സ്വയം തന്നെ വിശുദ്ധീകരിക്കുവാനുള്ള പ്രയത്നങ്ങൾ തുടങ്ങുമ്പോൾ ഈ നികൃഷ്ട അവസ്ഥയിൽ നിന്ന് കർത്താവ് ആ വ്യക്തിയെ ശ്രേഷ്ഠമായ ജീവിതത്തിലേക്ക് എടുത്തുയർത്തും. ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളിലും ഇടപെടുവാൻ ഒരൊറ്റ കാര്യമാണ് നമ്മളിൽ നടക്കേണ്ടത്. അതാണ് നമ്മുടെ വിശുദ്ധീകരണം. വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. എങ്കിലും ഓരോ വ്യക്തിയും സ്വയം തന്നെ തിരുത്തുവാനും ശുദ്ധീകരിക്കുവാനും ഈശോയുടെ ഇഷ്ടം നിറവേറ്റി ജീവിതം നയിക്കുവാനും തുടങ്ങുമ്പോൾ അവിടെ നമ്മുടെ വിശുദ്ധീകരണത്തിലൂടെ നമ്മളാകുന്ന ഉപയോഗശൂന്യമായ പാത്രത്തെ കർത്താവ് ശ്രേഷ്ഠമായ ഉപയോഗപ്രദമായ ഒരു പാത്രമാക്കി രൂപാന്തരപ്പെടുത്തും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ അതിൻ്റെ അവസ്ഥകളോടുകൂടെ, കുറവുകളോടുകൂടെ ഈശോയ്ക്ക് കൊടുക്കാം. ഇന്ന് കർത്താവ് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മളോട് ഇപ്രകാരം സംസാരിക്കുകയാണ്: നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ വിശുദ്ധീകരണത്തിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളുന്ന ഓരോ കാര്യങ്ങളെയും ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഉപേക്ഷിക്കുവാനും സ്വയം നമ്മളെ തന്നെ ശുദ്ധീകരിക്കുന്നതിലൂടെ കർത്താവിൻ്റെ കരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അവിടുത്തെ അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണുകൾ കാണും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.